ഇന്ന് ഞങ്ങൾ പോകുന്നത് വേറെ എവിടെയല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം കാണാനായിട്ടാണ്. പോകുന്ന വഴി തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടർ ഒരു സൈഡ് ഒതുക്കി വെച്ചിട്ട് ഞാനും അമ്മയും പിള്ളേരും കൂടെ നടന്ന് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലെത്തിക്കുക. അവിടെ എത്തിയപ്പം തന്നെ എന്ത് നല്ല ഭംഗിയായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നതാണ്. ഇത് വർഷത്തിൽ 6 വർഷം കൂടുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത്. അത് ഇപ്പോഴാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ നടന്ന് കിഴക്കേ നടയുടെ അവിടെ എത്തി ആ കുളത്തിൻ്റെ സൈഡിലാണ് ഈ ലക്ഷദ്വീപത്തിൻ്റെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളുമായിട്ട്. കാണാനെന്ന് പറഞ്ഞാൽ അപാരം എന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു ഷോ കണ്ടിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഷോ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നതേ ഉള്ളൂ. ഞങ്ങളെയും കൊണ്ട് ജനങ്ങ് പോകുമായിരുന്നു. അതിന് എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞൂന്നൊക്കെ കയറി എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ പിടിക്കാൻ സാധിച്ചു. 6 വർഷം കൂടുമ്പോഴാണ് ലക്ഷദ്വീപം ഈ കാഴ്ച കാണാൻ സാധിക്കുന്നത്. അത് വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്കത് കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളവിടെ കൂടുതൽ നിന്നില്ല. ഒന്നാമത് തള്ളു കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നില്ല, ഞങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളവിടെ കൂടുതൽ നിൽക്കാതെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് ബ്ലോക്ക് കാരണം അങ്ങനെ പഴവങ്ങാടി വഴി വന്നപ്പോൾ ഞങ്ങൾ തട്ടുകടയിൽ കയറി. മോനും അമ്മയ്ക്കൊക്കെ വിശക്കുന്നു വന്നപ്പോൾ ഞങ്ങൾ തട്ടുദോശ ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ നോക്കിയപ്പോഴും അവിടെ മൊത്തം ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആസ്വദിച്ച് തട്ടുദോശയും ഓംപ്ലറ്റും എല്ലാം കഴിച്ച് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വയറ് തന്ന് അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.